Hello, this is Priyanka from Pinky Vlogs. Welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തനി നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സാധാരണ ഞാൻ കട്ട് ചെയ്തിട്ട് വാങ്ങാറ്, പക്ഷേ ഇന്ന് കിട്ടിയത് കട്ട് ചെയ്യാണ്ടാണ്. ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് തോന്നുന്നു ഈ കട്ടയിലാണെന്ന്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 വലിയ സവോള നല്ല കുനാന്ന് അരിഞ്ഞത്. നമ്മുടെ സവോള നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് കൂട്ടാം. പിന്നെ ഇഞ്ചി നല്ലോണം ചതച്ചെടുത്തത്, പച്ചമുളക് 3-4 കുനാന്ന് അരിഞ്ഞത്, പിന്നെ ഒരു 5-10 എണ്ണം വെളുത്തുള്ളി പേസ്റ്റാക്കിയത്. നമ്മുടെ നാടൻ വെപ്പിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ചെറുള്ളി. ഞാനിവിടെ മുഴുവനും ചെറുള്ളിയല്ല ഉപയോഗിക്കുന്നത്, കുറച്ച് സവോളയും കുറച്ച് ചെറുള്ളിയാണ്. ചെറുള്ളി ഒരു 10-12 എണ്ണം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചുവന്ന തുടുത്ത തക്കാളി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി കുക്കിംഗ് തുടങ്ങിയാലോ. കത്തിക്കൊക്കെ നല്ലോണം മൂർച്ചയൊക്കെ കൂട്ടണം, കാരണം ബീഫൊക്കെ അരിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മുറിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം കേട്ടോ. കുക്ക് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പോലെ തന്നെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യണത്. ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ, കുറേ കാലങ്ങളായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നല്ലേ കാരണം പറയാം. കൂടുതലും ഞാൻ ചെയ്യാറ് ഷോർട്ട് വീഡിയോസാണ്. കാരണം എനിക്ക് ലോങ് വീഡിയോ ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമില്ല. കൂടുതലും ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പാട്ടൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ തന്നെ സൗണ്ട് വെക്കണം. അതെനിക്ക് എനിക്ക് തന്നെ കേൾക്കുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ടാണ്, അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാവും എൻ്റെ ഡബ്ബിങ്, അവർ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻറ്റ് കുറവാണ് ഏറ്റവും പ്രധാന കാരണം. എൻ്റെ ആ നെഗറ്റീവ് കോൺഫിഡൻസ് അത് പോസിറ്റീവ് ആകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് എന്നോട് കമൻറ്റ് ചെയ്ത് അത് അറിയിക്കാം. കുറേ ഫേമസ് ആയ യൂട്യൂബേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള സ്റ്റാർട്ടർ യൂട്യൂബേഴ്സിനെയും സപ്പോർട്ട് ചെയ്യണം. അതിനൊരു കാരണമുണ്ട്. ഈ ഫേമസ് ആയ യൂട്യൂബേഴ്സൊക്കെ ഒരിക്കൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ യൂട്യൂബേഴ്സായിട്ട് വന്നവരാണ്. നിങ്ങൾ അവർക്ക് കൊടുത്ത സപ്പോർട്ടിലാണ് അവരിപ്പോൾ ഏറ്റവും വൈറലായ ഫേമസ് യൂട്യൂബേഴ്സായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്കും വേണം ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബീഫ് മുറിക്കൽ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. നല്ല കുനാന്ന് നല്ല അലുവ കഷ്ണമാരി മുറിച്ചെടുത്ത ബീഫുകൾ നന്നായി വൃത്തിയായിട്ട് കഴുകണം. മുറിക്കിനാക്കളും മുമ്പ് കഴുകരുത്. അപ്പോൾ കഴുകിക്കഴിഞ്ഞ് നമുക്ക് മുറിക്കുമ്പോൾ ഒരു വളവളപ്പൊക്കെ വരും. അപ്പോൾ എൻ്റെ ഭാഷയിൽ വളവളപ്പെന്ന് പറയാം, നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കഴുകി വൃത്തിയായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, വെള്ളം ഒന്നും ഒഴിക്കണ്ട. കാരണം നമുക്ക് വേവിച്ച് വരുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് അത് വേവാനുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ വരും. സാധാരണ ഞാൻ വെള്ളം ഒഴിക്കാറില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സവാളയൊക്കെ വാട്ടുമ്പോൾ ആവശ്യത്തിന് ഒരു ഇച്ചിരി ഗ്രേവി വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രേവി കിട്ടും. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് ഒരു 1 2 3 4 വിസിൽസ് അടിക്കുന്നത് വരെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കറി ആയാലും ബീഫായാലും നാടൻ വെപ്പാണെങ്കിൽ എപ്പോഴും ഉരുളി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം തന്നെ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഒരു ബ്രൗൺ കളർ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം.
ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് കുനാന്നറിഞ്ഞ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നു. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. എല്ലാ കറികളിലും ഇദ്ദേഹം ഇല്ലെങ്കിൽ ശരിക്കും നമുക്കൊരു അൺകംപ്ലീറ്റ് ഫീൽ ചെയ്യും. അത് നമ്മുടെ വേറെ ആരുമൊന്നുമില്ല, നമ്മുടെ വേപ്പില ഇട്ടില്ലെങ്കിൽ ഏത് കറിയും നമുക്കൊരു അൺകംപ്ലീറ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് വേപ്പില ഒരു 2-3 ഇല വേപ്പില നല്ലോണം ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളകൾ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ സവാള വാടി തുടങ്ങാനായിട്ട് കുറച്ച് നേരം പിടിക്കും. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. ഫൈവ് മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി കിട്ടും. സവാള അവിടെ വാടുന്നത് വരെ നമുക്ക് ഒരു ചെറിയ വേറെ പണിയുണ്ട്. ഈ പണി നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല. ഞാൻ പല ഇപ്പോൾ ഇത് വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, സാമ്പാർ, ചിക്കൻ കറി ഇതൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ മസാലാസ് സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കാം. ചൂടാക്കിയ ഒരു പ്രത്യേക സ്വാദായിരിക്കും. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാക്കിയിട്ടും പച്ചയ്ക്ക് ഇടുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ 2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും പിന്നെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ആശാന വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ചിലർക്ക് ഇതിൻ്റെ ഒരു മസാലക്കുത്ത് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് മീറ്റ് മസാല ഇഷ്ടമാണ്. നമ്മൾ ഈ സാദാ മസാലകൾക്കൊപ്പം 1 സ്പൂണ് മീറ്റ് മസാല ഞാൻ ഏത് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും അതിനുള്ളിൽ ഞാൻ മീറ്റ് മസാല ഇടാറുണ്ട്. ആഫ്റ്റർ 5 മിനിറ്റ്സ് നമ്മൾ സവാള വാട്ടാനായിട്ട് അടച്ചു വെച്ചിരുന്നു. അപ്പോൾ ഒരുവിധം ഇത് വാടിക്കഴിഞ്ഞു. അപ്പോൾ ഈ വാടിയതിലേക്ക് നമ്മൾ ഈ മസാലയില്ലേ, നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് എല്ലാം ഒരുമിച്ച് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതേ പാത്രത്തിൽ തന്നെ ഒരു അല്പം വെള്ളം ചൂടാക്കുക. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടി പിടിക്കും. ഈ പൊടികളൊക്കെ ഇല്ലേ, മസാലപ്പൊടികൾ പെട്ടെന്ന് അടി പിടിക്കും. ആ അടി പിടിക്കാണ്ടിരിക്കാനാണ് തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ വേറൊരു ടേസ്റ്റ് വ്യത്യാസം വരും. വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് നമ്മുടെ തക്കാളി 2 തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ, അത് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ നമ്മൾ മസാല ഇട്ടതിന് പിറകിക്കൂടെ ഈ തക്കാളി ഇടുമ്പോൾ തക്കാളിയിലുള്ള നമ്മുടെ വെള്ളമില്ലേ, ആ വെള്ളം ഇതിലേക്ക് വരുമ്പോൾ അപ്പോൾ ഈ മസാലകളൊന്നും കരിയില്ല. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളം കൊണ്ട് ഇത് സെറ്റാവുകയാണെങ്കിൽ ഓക്കെ. അല്ലാണ്ടും ഞാനൊരിത്തിരി ചൂടുവെള്ളം ഒഴിച്ച് സെറ്റാക്കും. എന്നാലേ അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി കിട്ടും. അത്രയേ ഉള്ളൂ. ഗ്രേവി അധികം ആവശ്യമില്ലാത്ത ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് നമുക്ക് അധികം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടണ്ട.
നമ്മൾ ആ മസാലക്കൂട്ട് നല്ല ചൂട് മസാലക്കൂട്ടിലേക്ക് പെട്ടെന്ന് നമ്മൾ ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ അതൊരു പെട്ടെന്ന് അത് തിക്കാവും ചെയ്യും, പെട്ടെന്ന് വറ്റും ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ്സ് അടച്ച് വേവിക്കണം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 3-4 വിസിൽ, എൻ്റെ പഴയ കുക്കർ ആയതുകൊണ്ട് ഒരു 3-4 വിസിൽ അടിക്കേണ്ടി വന്നു. പിന്നെയും തുറന്നപ്പോൾ വീണ്ടും 2 വിസിൽ ഞാൻ അടിച്ചു. ഇപ്പോൾ അടിപൊളി വെന്ത് കറക്റ്റ് വേവായിട്ടുണ്ട്. നല്ല ചൂട്, കൈ നല്ല പൊള്ളി ആ ഒരു ആക്രാന്തത്തിൽ തൊട്ടതാണ്. അപ്പോൾ പെട്ടെന്ന് കൈ പൊള്ളി. അപ്പോൾ നല്ല അടിപൊളി കഷ്ണമാണ് കിട്ടിയത്. ശരിക്കും നമ്മൾ നല്ല ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, പണ്ടത്തെ ആൾക്കാർ വരും നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന ബീഫ്. ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ ഒരു കഷ്ണങ്ങൾ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഗ്രേവിയൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് നല്ല കളറൊക്കെ വന്ന് നല്ല റെഡിഷ് കളറായിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്ത് ബീഫ് തുറന്നിട്ട് നല്ലോണം ഒന്ന് തിള വരുമ്പോൾ ഒരു 5 മിനിറ്റ് തിള വന്നിട്ട് ശേഷം ഒന്നും കൂടി അടച്ചിടണം. പ്രധാനമായിട്ട് ഞാൻ നമ്മൾ പാചകത്തിൽ ഈ അടച്ചിട്ട് വേവിക്കൽ, പിന്നെ തുറന്നിട്ട് വേവിക്കൽ, അടച്ചിട്ട് വേവിക്കൽ, തുറന്നിട്ട് വേവിക്കൽ, ഇതൊരു റിപ്പീറ്റേഷനാണ് എൻ്റെ ഈ വീഡിയോയിൽ. ശരിക്കും എനിക്കൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വാദ് കൂടുതൽ വരിക. കുറച്ച് സമാധാനമായിട്ട് നമ്മൾ അടച്ചിടണം. ഒരു ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് അടച്ചിട്ട് വേവിക്കണം, പിന്നെ തുറന്നിട്ടിട്ട് നല്ലോണം ഫ്ലെയിം കൂട്ടി വേവിക്കണം. അങ്ങനെയൊക്കെ സെറ്റാക്കി ചെയ്താലേ എനിക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര തിരക്ക് കൂട്ടി എന്തും ചെയ്യുമ്പോൾ ചിലവരൊക്കെ ശരിയാവും കേട്ടോ. പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ തിരക്ക് കൂട്ടാണ്ട് നല്ല റിലാക്സേഷനായിട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അവിടെ ഇരുന്ന് തിളച്ച് നല്ലോണം വറ്റി കുറുകുമ്പോഴേക്കും എൻ്റെ ഫൈനൽ ഡെക്കറേഷനായ ഈ ആശാനെ നമുക്ക് അരിഞ്ഞ് നല്ല നൂറൂന്ന് അരിഞ്ഞെടുക്കണം. മല്ലിയില, പുതിനയില ഇടാറില്ല കേട്ടോ ഞാൻ. എനിക്ക് അതിൻ്റെ മണം വലിയ ഇഷ്ടമില്ല. ചിലർ രണ്ടും കൂടി അരിഞ്ഞ് ഇടാറുണ്ട്. പക്ഷെ എനിക്ക് മല്ലിയിലയോടാണ് കൂടുതൽ പ്രിയം. അപ്പോൾ മല്ലിയില നല്ലോണം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് മല്ലിയിലും ഇടണം, കൂടെ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരനെ ഇടണം, വേപ്പിലയും ഇടണം.
അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നല്ല, ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലോണം കുറുകി നല്ല ഗ്രേവിയായി, നല്ല കട്ടി തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. മണം എനിക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി. എനിക്ക് മണം വന്നു കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് ഇങ്ങനെ മാടി വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് അവസാനം ആണ് ഞാൻ ഗരം മസാല ഇങ്ങനെ രണ്ട് സ്പൂൺ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പം തന്നെ ഇറക്കി വയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പം തന്നെ ഇറക്കി വയ്ക്കണം. കൂടുതൽ തിളയ്ക്കാനായിട്ട് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ തിളയ്ക്കാനായിട്ടൊന്നും വെക്കരുത്. അവസാനം ഒരു ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറക്കി വയ്ക്കുക. പിന്നെ ആ ചൂടിൽ ആ മസാല കിടന്ന് അങ്ങോട്ട് സെറ്റാവും. അപ്പം പിന്നെ അല്ല, ഇപ്പോഴേ നല്ല മണം വന്നു തുടങ്ങി. ഇപ്പം ഗരം മസാല കൂടി ഇട്ടാൽ പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ വെക്കണ മാതിരി തന്നെ എല്ലാവരും വെക്കണമെങ്കിൽ ഓക്കെ, നിങ്ങളത് ആസ്വദിച്ചാൽ മതി. എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയും വേണം, ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് വെക്കുക, വലിയ കാണിച്ചു തരലൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞോളൂ. എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് എന്നോട് അറിയിക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് പ്രൊമോഷൻ വേർഡാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണരുത് പ്ലീസ്. ആസ്വദിച്ച് കാണണമെന്നൊന്നുമില്ല. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാം, തരക്കേടില്ല, കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ലൈക്ക്, പിന്നെ ഒരു കമൻറ്റ്, ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും. പിന്നെ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യണം. നമ്മുടെ സ്റ്റാർട്ടർ യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.